ഇന്നൊരു വെഡിങ് റിസപ്ഷന് പോയ ദിവസത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ നിക്കു ഒരുങ്ങി റെഡി ആയിട്ടാണ് നിപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അമ്മും നിക്കും കൂടാണ് പോകുന്നത്. ഞങ്ങൾ നേരെ പോകുന്ന മൈയുടെ വീട്ടിലേക്കാണ്. അവിടുന്ന് അച്ഛനും അമ്മയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ നേരത്തെ ആണ് എല്ലായിടത്തും ചെല്ലുന്നത്, അതുകൊണ്ട് അവർ ഞങ്ങളെ നോക്കി ഒട്ടും ക്ഷീണിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഓഡിറ്റോറിയം എത്താൻ വരെ നിക്കു നല്ല ഉറക്കമായിരുന്നു. നിക്കുവിന് കാറിൽ കയറി ഉടനെ തന്നെ വോമിറ്റ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് അപ്പം തന്നെ ഉറങ്ങുവേ. അങ്ങനെ നിക്കുവിനെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചെണ്ണീപ്പിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ഇതാണ് ചെറുക്കനും പെണ്ണും. ഞങ്ങൾ വരുന്നതിന് മുമ്പ് അച്ഛൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു ചെറുക്കനും പെണ്ണിന്റെ അടുത്തേക്ക്. ഞങ്ങൾ കയറി ചെന്നപ്പോ ഇതാണ് കണ്ടത്. അങ്ങനെ പിന്നെ ഞാനും അമ്മയും നിക്കും കൂടി അവിടെ ഇരുന്നു. പിന്നെ കുറച്ചു നേരം ചെറുക്കൻ്റെ പെണ്ണെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് ഞാനും നിക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ താഴേക്കാണ് വന്നത്. അവിടെ ഒരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ഉണ്ടായിരുന്നേ. അവിടെ ചെന്ന് ആദ്യം തന്നെ ഞങ്ങളൊരു വാട്ടർമെലൺ ജ്യൂസ് ആണ് കുടിച്ചത്. നിക്കുവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത് പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. നിക്കു കുടിച്ചില്ല, നിക്കുവിന് അത് അത്ര ഇഷ്ടമല്ല. അത് പിന്നെ ഞാൻ അങ്ങ് അമ്മുന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എടുത്ത ഒരു മുളക് ബജി ആയിരുന്നു, അതിന് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നിക്കുവിന് കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിക്കുവിന് അത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മ ഒരു വീഡിയോ എടുത്തപ്പോൾ ഉടനെ എന്റെ വീഡിയോ വേണോന്ന് പറഞ്ഞിട്ട് നിക്കു അത് എടുപ്പിക്കുവാണ് അമ്മൂനെ കൊണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു പഴംപൊരി കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പോഴാണ് അവിടെ ചേച്ചി ഐസ്ക്രീം കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ നിക്കു അതിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അമ്മുനെ നോക്കിയപ്പോൾ അമ്മുനെ കാണുന്നില്ല. ദേ നോക്കിയപ്പോൾ അമ്മു ഒരു ഐസ്ക്രീമായിട്ട് വരുന്നുണ്ടായിരുന്നു. അതേ ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഒരിടത്ത് തന്നെയാണ് ഇരുന്നത്. അതാകുമ്പം ഷെയറൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുടെ കൂടെ എവിടെയും പോയി അവർക്ക് ഐസ്ക്രീം കിട്ടിയാൽ അത് പിന്നെ നമുക്ക് തന്നെ തരുമല്ലോ. ഇനി മാറിയിരുന്ന് ഇനി അവർക്ക് അങ്ങനെ കഴിക്കാൻ തോന്നിയാലോ. അങ്ങനെ അതും തന്നെ നല്ല മുരിഞ്ഞ് ചൂടുള്ള പൊറോട്ട ആയിരുന്നു. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ബീഫ് കറി വേണേ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനൊരു അരിപ്പത്തിരിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വെള്ളോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ പറയുവാണെങ്കിൽ നമ്മൾ മണ്ടയ്ക്ക് ഇരുന്ന സമയത്ത് തന്നെ ഇവിടെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ദേ നിക്കൂനും അച്ഛനും കാണുന്നില്ല. നോക്കിയപ്പോൾ അവരും ദേ ഐസ്ക്രീമുമായിട്ട് വരുവാണ്. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേ.